നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള IPL മാച്ചിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. സോ ഇത് മാച്ച് നമ്പർ 40 ആയിട്ടുണ്ട്. രണ്ട് ടീംസിനും ഈ ഒരു വിന്ന് അത്യാവശ്യമാണ്, കാരണം ടൂർണമെന്റിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ പോയിന്റ് ടേബിളിൽ മുന്നോട്ടെത്താൻ വേണ്ടി രണ്ട് ടീമും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ലാസ്റ്റ് മാച്ചിൽ രാജസ്ഥാൻ റോയൽസ് വളരെ മനോഹരമായിട്ടാണ് CSK ആയിട്ട് കളിച്ച് ജയിച്ചത്. ഇനി SRH നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ KKR ആയിട്ട് തോറ്റായിരുന്നു, ഡ്യൂ ടു ദാറ്റ് ലോക്കി ഫെർഗ്യൂസൺസ് അൺബിലീവബിൾ ബൗളിംഗ്. സോ രണ്ടുപേർക്കും വിൻ ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ഡു ഓർ ഡൈ മാച്ചാണ്. ഇനി വരുന്ന മാച്ചുകളെല്ലാം ഡു ഓർ ഡൈ മാച്ചുകളാണ്. സോ ആ ഒരു രീതിയിൽ ഒരു റിസ്ക് ഫാക്ടർ മുൻനിർത്തി നിങ്ങൾ GL കളിക്കുമ്പോഴും ആ ഒരു കാര്യം ഓർത്തിട്ട് വേണം പറയാൻ. ഇപ്പോൾ നിങ്ങൾ RCBയും KKR തമ്മിലുള്ള മാച്ച് കണ്ടതാണ്. സോ ഇങ്ങനെയും വൺ സൈഡ് ആവാനും ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വളരെയധികം ടൈറ്റായിട്ട് രണ്ട് രീതിയിലും വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന മത്സരങ്ങളും ഇനി മുതൽ ഉണ്ടാവാം. സോ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. പിച്ചിൻ്റെ കാര്യം നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം. ഫ്രഷ് വിക്കറ്റാന്ന് വെച്ചിട്ട് നിങ്ങൾ ബാറ്റ്സ്മാനെ മാത്രം ഇടാതെ, ഫ്രഷ് വിക്കറ്റ് ആയതുകൊണ്ട് ബൗളേഴ്സിന് പർച്ചേസ് കിട്ടും എന്നുള്ള രീതിയിൽ ഫാസ്റ്റ് ബൗളേഴ്സിന് ഇടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എനിവേ നമുക്ക് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. IPL നടക്കുന്ന ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആകാൻ പോകുന്ന ഒരു ഫാന്റസി ആപ്പിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദാറ്റ് ഈസ് My11 Circle ആപ്പ്. ഇതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള റാഷിദ് ഖാൻ, സൗരവ് ഗാംഗുലി അതുപോലെ വാട്സണുമായിട്ടൊക്കെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ടീമിൽ നിന്നുമായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് 11 ഇടുക, കളിക്കുക വളരെ ഈസിയാണ്. ഇനി ദാദയുടെ ടീമുമായിട്ട് വരുന്നുണ്ട് ഇന്ത്യൻ T20 ലീഗ് കളിക്കാൻ വേണ്ടി. സോ ദാദയുടെ ടീമിനെ നമ്മൾ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ദ ക്യാഷാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ ഓരോ ആഴ്ചയും ഒരാൾക്ക് 1 കോടി കിട്ടാനുള്ള അവസരം വേറെയുണ്ട്. പിന്നെ ഇതാണ് റീസെന്റ് നടന്ന മാച്ചസിന്റെ 1 crore വിന്നേഴ്സ്. പിന്നെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. വളരെ ഈസിയാണ്, സെക്യൂറുമാണ്. നമ്മുടെ ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1500 രൂപയുടെ ക്യാഷ് ബോണസ് ആണ്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഓഫറാണ്. അതായത് ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് 20% ക്യാഷ് ബാക്ക് ആണ്. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻ കമന്റിലും ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് IPL കളിച്ച് നേടാം. പോയിന്റ്സ് ടേബിളിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടം ഹാഫ് വളരെയധികം ക്രാമ്പ് ആവുകയാണ് ഓരോരോ മാച്ച് കഴിയും തോറും. കാരണം ഒരു ടീം ഇതുവരെയും എലിമിനേറ്റും ആയിട്ടില്ല, ഒരു ടീം ഇതുവരെയും പ്ലേ ഓഫിൽ ഉറപ്പിച്ചിട്ടുമില്ല. അതാണ് ഇപ്പോഴത്തെ IPL ഒരു രീതി. കാരണം ഇപ്പോൾ ഡൽഹി ആണെങ്കിലും മുംബൈ ആണെങ്കിലും ഇതുവരെയും പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല. അപ്പോൾ CSK പോലത്തെ ടീമാണെങ്കിലും ഇതുവരെ എലിമിനേറ്റും ആയിട്ടില്ല. സോ ഇത് വളരെയധികം ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺടെസ്റ്റ് ആണ്. അപ്പോൾ 40ാമത്തെ മാച്ച് നടക്കാൻ പോകുന്നത് ദുബായ് നാഷണൽ സ്റ്റേഡിയത്തിലാണ്. ഇനി രണ്ട് പേരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും 6 മാച്ച് തോറ്റിട്ടുണ്ട്. ഇനി അവരുടെ ലാസ്റ്റ് മീറ്റിംഗ് നോക്കുവാണെങ്കിൽ സെയിം വെന്യൂവിൽ റോയൽസ് ആയിരുന്നു അന്ന് ജയിച്ചത്, ഡ്യൂ ടു ദാറ്റ് തിവാത്തിയ സ്പെഷ്യൽ എഗെയിൻ. സ്റ്റീവൻ സ്മിത്തിന്റെ പ്രീവിയസ് മാച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് 7 വിക്കറ്റിന് അവരാണ് ജയിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബട്ട്ലർ മാജിക് ആയിരുന്നു ആ ഒരു വിന്നിന് എല്ലാവർക്കും ഒരു തുടക്കം. ഇനി ഡേവിഡ് വാർണറിന്റെ ടീം എന്ന് പറഞ്ഞാൽ ഒരു 3 മാച്ച് ലൂസിംഗ് സ്ട്രീക്കിലാണ്. ഡെസ്പറേറ്റ്ലി അവരൊരു വിന്ന് എടുത്തേ പറ്റത്തുള്ളൂ ഈ ഒരു മാച്ചിൽ. കാരണം അവരുടെ ബൗളിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ലാക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു മാച്ചിൽ കുറച്ചും കൂടെ ടോപ്പ് ക്വാളിറ്റി ഒരു പെർഫോമൻസ് വരാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ രണ്ട് സൈഡും ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്നുള്ള രീതിയിൽ തന്നെ ഇനി അങ്ങോട്ട് പോവുക. ഒരു GL ടീം എന്താണെങ്കിലും, അല്ലെങ്കിൽ ഒരു 2 GL ടീം വേഴ്സ്റ്റ് കേസ് സിനാരിയോ രണ്ട് ടീമിനെ ഫേവർ ചെയ്യുന്ന രീതിയിൽ ഇടുക. സോ പ്രോബബിൾ ടോപ്പ് ഫോർമേഴ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്റ്റീവൻ സ്മിത്ത് ആണ് രാജസ്ഥാൻ റോയൽസ് ഞാൻ പറയാൻ പോകുന്നത്. ഫൈനലി ഹി ഹാസ് ഫൗണ്ട് ഹിസ് ഫോം ബാക്ക് ആഫ്റ്റർ എ സ്വിംഗ് ഓഫ് ലോ സ്കോർസ്. നിങ്ങൾക്കറിയാം, ഹാഫ് സെഞ്ചുറി എടുത്തിട്ടുണ്ട് RCB ആയിട്ട്. അപ്പോൾ അത് ആ ഒരു മാച്ചിന് ശേഷമാണ് ഒരു അല്പം ഒന്ന് ബെറ്റർ ആയി തുടങ്ങിയത്. സൂപ്പർ കിങ്സ് എതിരെയായിട്ട് CSK ആയിട്ടുള്ള സൂപ്പർ കിങ്സ് ആയിട്ടുള്ള ഒരു മാച്ചിൽ അധികം റൺസ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ജോസ് ബട്ട്ലറിന്റെ കൂടെ സപ്പോർട്ടിൽ നിന്ന് വിക്കറ്റ് ലൂസ് ആയില്ല എന്നുള്ളൊരു കാര്യമാണ് നോക്കേണ്ടത്. ഇനി സ്മിത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 246 റണ്ണാണ് എടുത്തിരിക്കുന്നത്, അറ്റ് ആൻ ആവറേജ് ഓഫ് 27.33. അപ്പോൾ ഓസീസ് പ്ലെയറിന് കുറച്ച് കോൺഫിഡൻസ് എടുക്കാം. 350 ഹി സ്കോർഡ്. ജോണി ബെയർസ്റ്റോ ആണ് ഞാൻ സൺറൈസേഴ്സ് എന്ന് പറയാൻ പോകുന്നത്. ഹി ഹാസ് ലുക്ഡ് സോ ഫ്ലുവൻറ്റ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി ബാറ്റിംഗ് ഓർഡർ, ബെറ്റർ ദാൻ വാർണർ. അപ്പോൾ ഒരു മാൻഡേറ്ററി പവർ പ്ലേയിൽ ഒരു അഗ്രസീവ് സ്റ്റാർട്ട് കൊടുക്കാനായിട്ട് ജോണി ബെയർസ്റ്റോയ്ക്ക് സാധിച്ചു, വേറാസ് വാർണർക്ക് അത് സാധിച്ചിട്ടില്ല ഇതുവരെയും. ഇനി 9 ഗെയിം ഇതുവരെ കളിച്ചതിൽ ബെയർസ്റ്റോയുടെ റൺ എന്ന് പറഞ്ഞാൽ 316 ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ 35.11 അതുപോലെ 128.97 ആണ്. അപ്പോൾ ലാസ്റ്റ് ടൈം റോയൽസ് വരെ കളിച്ചപ്പോൾ ഹി ഗോട്ട് ചീപ്ലി
അപ്പോൾ ഇതൊരു സബ്സ്റ്റാൻഷ്യൽ സ്കോറായിട്ട് കൺവേർട്ട് ചെയ്യാനായിരിക്കും ജോണി ബെയർസ്റ്റോ നോക്കുന്നത്. പ്രത്യേകിച്ച് ലാസ്റ്റ് മാച്ചും അധികം കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഇല്ലായിരുന്നു. ഇനി ഹെഡ് ടു ഹെഡിന് നോക്കുവാണെങ്കിൽ ഓവറോൾ 12 മാച്ച് കളിച്ചിട്ടുണ്ട്. 6 എണ്ണവും അതുപോലെ SRH 6 എണ്ണമാണ് ജയിച്ചിരിക്കുന്നത്. സോ ഈക്വലാണ്. ന്യൂട്രൽ വാല്യൂ നോക്കുകയാണെങ്കിൽ RR ഒരു ചെറിയൊരു ഫേവറേറ്റിസം ഉണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ. 3 പ്രാവശ്യം RR ജയിച്ചു, പക്ഷേ SR ഒരു പ്രാവശ്യമാണ്. സോ ഔട്ട്സൈഡ് ഇന്ത്യ UAE ആയതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ലൈറ്റ്ലി ഫേവറിങ് RRനാണ്. ഇനി ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ നോക്കുകയാണെങ്കിൽ 174 ആണ്. റെക്കോർഡ് ഓഫ് ചേസിംഗ് ടീംസ് 5, വോൺ 5, ലോസ്റ്റ് 12. സോ ജയിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെന്റ് നടക്കുന്ന മാച്ചസിലൊക്കെ ഒരുവിധം ജയിക്കുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും ലോസ്റ്റിന്റെ എണ്ണം കൂടുതലാണ്. ന്യൂസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കെയ്ൻ വില്യംസന് ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്. ലാസ്റ്റ് മാച്ചിൽ നിങ്ങളത് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു മാച്ച് കളിക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഷുവർ അല്ല. ഫുള്ളി റിക്കവർ ആയിട്ടുള്ള ഒരു ന്യൂസും ഇതുവരെ വന്നിട്ടില്ല. പ്രീവിയസ് മീറ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സെയിം ഗ്രൗണ്ടിൽ തന്നെ സൺറൈസേഴ്സ് ഒരു ബിലോ പാർ സ്കോർ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു 158 ആണ് എടുത്തത്. ജസ്റ്റ് 4 വിക്കറ്റ്സ് ലൂസാണ്. പക്ഷേ എൻഡ് ഓഫ് ദി ഇന്നിങ്സ് വലിയ ബിഗ് ഹിറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല. ഇനി റോയൽസിനെ സംബന്ധിക്കുകയാണെങ്കിൽ 78-5 എന്നുള്ള രീതിയിൽ ചേസിങ്ങിന് സ്ലംബായി. ബട്ട് റയാൻ പരാഗും അതുപോലെ തന്നെ രാഹുൽ തെവാത്തിയുടെയും ആ ഒരു ബിഗ് പാർട്ട്ണർഷിപ്പ് ഇന്നിങ്സ് ഗെയിമിനെ ടോട്ടലി അവരുടെ ഫേവറിൽ എടുത്തുകൊണ്ട് പോയി. 85 റണ്ണാണ് അടിച്ചത് 47 ബോളിൽ നിന്ന്. സോ 19.5 ഓവറിലാണ് അവർ ജയിച്ചത്. സ്ട്രാറ്റജി പുണ്ട് കാര്യം പറയുകയാണെങ്കിൽ വില്യംസന്റെ ലാസ്റ്റ് മാച്ചിൽ നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഓപ്പണിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം വില്യംസന് അധികം ഓടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇഞ്ചുറി കുറച്ച് കാര്യം മീൻസ് വേഴ്സ് ആവുന്നതിന് മുന്നേ വില്യംസനെ മാക്സിമം ബാറ്റിംഗ് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്തത് വാർണർ ഇൻ ദ പവർ പ്ലേ ഫീൽഡ് റെസ്ട്രിക്ഷൻസ്. കാരണം വില്യംസന് ആ ഒരു ഫീൽഡ് റെസ്ട്രിക്ഷൻസ് യൂസ് ചെയ്യാം മാക്സിമം. വില്യംസൺ എവിടെ വേണോ 1 to 11 എവിടെ വേണോ ബാറ്റ് ചെയ്യാൻ കഴിവുള്ളൊരു പ്ലെയറാണ് വില്യംസൺ. അത്രയൊരു ടീം പ്ലെയറാണ്. വളരെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് വില്യംസൺ. സോ മാക്സിമം റണ്ണ് നല്ലൊരു സ്റ്റാർട്ട് ശരിക്കും പറഞ്ഞാൽ വില്യംസൺ എടുത്തു വിത്ത് ദാറ്റ് ഡിസബിലിറ്റി. കാരണം ഒട്ടും വയ്യായിരുന്നു, വളരെയധികം സ്ട്രഗ്ലിംഗ് ആയിരുന്നു. 19 ബോളിൽ നിന്ന് 29 റൺ എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് തന്നെയാണ് ഒരു ഉണ്ടാക്കി കൊടുത്തത് വില്യംസൺ, ഇത്രയധികം ഇഞ്ചുറി ഉണ്ടായിട്ടും. അപ്പോൾ അത്രയൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടും സൺറൈസേഴ്സിന് അതൊരു ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് ഡേവിഡ് വാർണർ പ്രോബബ്ലി അങ്ങനെയാണെങ്കിൽ സപ്പോസ് വില്യംസൺ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേവിഡ് വാർണർ താഴോട്ട് ഇറങ്ങാനായിരിക്കും നോക്കുന്നത്. കാരണം ഡേവിഡ് വാർണറിന്റെ ബെസ്റ്റ് ബോൾ സ്ട്രൈക്ക് റേറ്റ് അല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ IPL നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ലാസ്റ്റ് മാച്ച് നിങ്ങൾ കണ്ടു തന്നെയാണ് ഡേവിഡ് വാർണർ ഗ്യാപ്പ് ഷോട്ടിൽ കളിച്ചിട്ട് മാക്സിമം സ്പ്രിന്റിങ് 1-2 ഒക്കെ എടുക്കാനാണ് നോക്കുന്നത്. സോ ഈ ഒരു ഡ്യൂട്ടി തന്നെയായിരിക്കും ഡേവിഡ് വാർണർ ഇതിലും യൂസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് വില്യംസൺ കളിക്കുന്നതിലുണ്ടെങ്കിൽ ചിലപ്പോൾ വാർണർ ആയിരിക്കും ഫ്രണ്ടിൽ വരുന്നത്. വി ഹാവ് ടു സേ. സോ മിഡിൽ ഓർഡറിലാണെന്നുണ്ടെങ്കിൽ ഹി കുഡ് യൂസ് ദാറ്റ് മിഡിൽ ഓവർ ഫീൽഡ്സ് ആൻഡ് ലാർജ് ഔട്ട്ഫീൽഡ് ഇൻ ദുബായ് ടു ഹിസ് അഡ്വാൻറ്റേജ്. വില്യംസന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില്യംസൺ ഓൾസോ കുഡ് ഹെൽപ്പ് ദ സൺറൈസേഴ്സ് കോംബാറ്റ് ജോഫ്രെ ആർച്ചർ ഹു ഹാസ് ബൗൾഡ് 27 balls to Warner in T20 cricket and dismissed him 3 times. ലാസ്റ്റ് മാച്ച് നിങ്ങൾ കണ്ടതാണ്. ലാസ്റ്റ് മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ വിക്കറ്റ് എടുത്തത് ആർച്ചർ തന്നെയാണ്. പക്ഷേ ഗോൾഡൻ ഡക്ക് ആവേണ്ടതായിരുന്നു വാർണർ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കഴിഞ്ഞ മാച്ചിൽ ജോഫ്രെ ആർച്ചർ ടു വാർണർ ഫസ്റ്റ് ബോൾ ഫിയറി സ്റ്റാർട്ട് ഫ്രം ആർച്ചർ. The ball skimmed the outside edge before bouncing through the keeper. Replays confirmed that there was a thin edge. Okay. സോ ഫസ്റ്റ് ബോളിൽ തന്നെ ആർച്ചർ വാർണറിനെ ട്രബിൾ ചെയ്തു. സോ കീപ്പറിൻ്റെ അടുത്ത് പോയപ്പോൾ ബൗൺസ് ചെയ്താണ് പോയത്, ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്നിരുന്നാലും ഗോൾഡൻ ഡക്ക് ആവേണ്ട ഒരു ചാൻസ് ആയിരുന്നു. ബട്ട് ആ ഒരു മാച്ചിൽ വിക്കറ്റ് എടുത്തത് ആർച്ചർ തന്നെയാണ്. സോ ആർച്ചർ ശരിക്കും വാർണറിനെ ട്രബിൾ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കാര്യം കൂടെ മുൻനിർത്തി വില്യംസൺ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വില്യംസൺ ആയിരിക്കാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. കാരണം ടു കോംബാറ്റ് ജോഫ്രെ ആർച്ചർ. ഇനി വില്യംസൺ 27 റണ്ണാണ് എടുത്തിരിക്കുന്നത് 15 ബോളിൽ നിന്ന് വിത്തൗട്ട് ബീങ് ഡിസ്മിസ്ഡ്. ഹി ഈസ് വെരി ഗുഡ് അഗൈൻസ്റ്റ് ഫാസ്റ്റ് ബോളേഴ്സ്. വില്യംസൺ ഈസ് ഇൻ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒബിയസ് സ്വാപ്പ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണ്. കാരണം അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടർ ഒരു മാച്ചാണ് കളിച്ചത്. പുള്ളിയുടെ ഒരു ഫോൾട്ട് കൊണ്ടല്ല കളിക്കാതിരുന്നത്. പക്ഷേ റോയൽസിന് അതുപോലെ തന്നെ 2 ലെഫ്റ്റ് ഹാൻഡേഴ്സാണ് അടുത്ത ടോപ്പ് 7 ബെൻ സ്റ്റോക്സും അതുപോലെ തെവാത്തിയും. അതുപോലെ അവർക്ക് അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് മാച്ചപ്പ് അല്ല നബിയുടെ ഓഫ് സ്പിന്നിലേക്ക് ഉള്ളത്. സോ 2 പേരെ ഉള്ളതുകൊണ്ട് തന്നെ നബിയുടെ ആ ഒരു പെർഫോമൻസ് അത്രയും കാര്യമായിട്ട് വരത്തില്ല. സോ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പുൺ പിക്ക് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് ഫാബിയൻ തന്നെയാണ്. കാരണം എക്സ്പ്ലോസീവ് ലോ ഓർഡർ ഹിറ്റിംഗ് ആണ്, അതുപോലെ തന്നെ ലെഫ്റ്റ് ആം സ്പിന്നാണ്. ഹി ക്യാൻ ട്രബിൾ ദ ടോപ്പ് ഓർഡർ. സോ ആ ഒരു കാര്യം നിങ്ങൾ നോക്കുക. സോ രാജസ്ഥാൻ റോയൽസിന്റെ ടോപ്പ് ഓർഡറിനെ റൈറ്റ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ബോളറാണ് അലൻ ഈസ് എ ഡിഫറൻഷ്യൽ പിക്കർ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി all the batsmen has faced at least 40 balls this season. Archer has the second best strike rate behind Kieron Pollard. He has only faced 47 balls throughout the tournament. അപ്പോൾ കുറച്ചും കൂടെ ബാറ്റിംഗ് കുറച്ചും കൂടെ ലിറ്റിൽ ഹയർ ആക്കാനായിട്ട് ശ്രമിക്കും. മേ ബി ഫസ്റ്റ് ബാറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ സം ആർച്ചർ 6 and 4. കാരണം ഹി ഹാസ് ഹിറ്റ്
9 of those 47 balls for 6. ഇപ്പോൾ ടോപ്പ് 6ൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു പ്രൊമോഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട്, ഫസ്റ്റ് ബാറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ടു ഗെറ്റ് എ മാക്സിമം സ്കോർ. ഇനി സ്റ്റാറ്റ്സിന് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൺറൈസേഴ്സ് ഒരൊറ്റ ഗെയിം പോലും ഈ ഒരു സീസണിൽ ജയിച്ചിട്ടില്ല. ചേസിങ് ഓൾ ദ 4 ഒക്കേഷൻസ് തോറ്റിട്ടുണ്ട് വെൻ ദേ ഹാവ് ബൗൾ ഫസ്റ്റ്. ഇനി ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റ് ആണ്, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സഞ്ജു സാംസൺ ഒരു 250 മാത്രമേ ഉള്ളൂ ഓൺ ദ ട്രോട്ട് സ്റ്റാർട്ടിംഗ് ഓഫ് ദി സീസൺ. അതിനുശേഷം 77 റൺ മാത്രമാണ് 8 ഇന്നിംഗ്സിന് സ്കോർ ചെയ്തത്, അറ്റ് ആൻ ആവറേജ് ഓഫ് മിയർ 9.6. ഇനി സൺറൈസേഴ്സ് ഓൾവേസ് സഞ്ജു സാംസന്റെ ഫേവറേറ്റ് ഒപ്പോണൻസ് ആണ്. നിങ്ങൾ മാച്ചപ്സ് നോക്കുമ്പോൾ അറിയാം, 15 മാച്ച് അഗൈൻസ്റ്റ് സൺറൈസേഴ്സ് ഹി ഹാസ് ഗോട്ട് 49 റൺസ് ആൻഡ് ആൻ ആവറേജ് ഓഫ് 40.81 ഇൻക്ലൂഡിംഗ് ആൻ അൺബീറ്റൻ 102. അപ്പോൾ 1 ഓഫ് ദ 200 he has made in the IPL overall last year. അപ്പോൾ വെരി ഗുഡ് ഒരു മാച്ചപ്പാണ് ഉള്ളത്. റഷീദ് ഖാൻ മാത്രമാണ് പ്രോബ്ലി പുള്ളിയുടെ ഒരു ട്രബിൾ എന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് എഗെയിൻ റഷീദ് ഖാനെ പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ക്യാൻ ഡു റിയലി ഗുഡ് ഫോർ രാജസ്ഥാൻ റോയൽസ്. ഇനി ആർച്ചറിന്റെ ബെസ്റ്റ് എക്കണോമി റേറ്റ് ആണ് പവർ പ്ലേയിൽ, അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സിലും ജസ്റ്റ് എഹെഡ് ഓഫ് റഷീദ് ഖാൻ. 4.66 ആണ് ആർച്ചറിൻ്റെത്, അതുപോലെ തന്നെ റഷീദ് ഖാൻ്റെ 5.35 ആണ്. അൻകിത് രാജ്പൂട്ട് 1 വിക്കറ്റ് ഷോട്ട് ആണ് 100 എന്നുള്ളത് T20s. അതുപോലെ തന്നെ സ്റ്റീവൻ സ്മിത്ത് ഈസ് 1 ഷോട്ട് ഓഫ് 100s ഇൻ T20s. ലൈക്ലി 11 നോക്കുവാണെങ്കിൽ ബെൻ സ്റ്റോക്സ്, റോബിൻ ഉത്തപ്പ, സഞ്ജു സാംസൺ, സ്റ്റീവൻ സ്മിത്ത്, ജോസ് ബട്ട്ലർ, രാഹുൽ തിവാത്തിയ, റയാൻ പരാഗ്, ജോഫ്ര ആർച്ചർ, ശ്രേയസ് ഗോപാൽ, അൻകിത് രാജ്പൂട്ട് और जयदेव अनाडकट, कार्तिक त्यागी, डेविड वार्नर, ജോണി ബെയർസ്റ്റോ, മനീഷ് പാണ്ഡെ, കെയ്ൻ വില്യംസ് ഓർ മുഹമ്മദ് നബി ഓർ ഫാബിയൻ ലെനൻ ഓർ ജേസൺ ഹോൾഡർ. ഈ ഒരു പൊസിഷന് വേണ്ടി എല്ലാവരും ഓൺ ദ കണ്ടൻഷനാണ്. പ്രിയം ഗാർഗ്, വിജയ് ശങ്കർ, അബ്ദുൽ സമദ്, റാഷിദ് ഖാൻ, സന്ദീപ് ശർമ്മ, ബേസിൽ തമ്പി ഓർ ഖലീൽ അഹമ്മദ്, ടി നടരാജൻ. സോ സ്ക്വാഡിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒരു ഫ്രെയിം ടീമിലേക്ക് പോവാം. സോ ബേസ് ടീം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ട്രിക്കിയാണ്, കാരണം ഒരുപാട് ക്രെഡിറ്റ് കൺസ്യൂം ചെയ്യാവുന്ന ഒരു മാച്ചാണ്. ബെയർസ്റ്റോ, ബട്ട്ലർ, ഡേവിഡ് വാർണർ ടോപ്പ് 3ൽ തന്നെ 10, 9.5 ആൻഡ് 10.5 എന്നുള്ള ക്രെഡിറ്റ് ആണ്. സോ ഇവിടെ വിക്കറ്റ് കീപ്പറിൽ 2 പേരും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, ബെയർസ്റ്റോയും ബട്ട്ലറും. കൺസിക്വന്റ് ടീംസിന് വേണ്ടി ടോപ്പ് ഓർഡറിൽ നല്ലോണം കളിക്കുന്ന ഒരു 2 പ്ലേയേഴ്സാണ്. സോ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, മസ്റ്റ് പീക്ക് ആയിട്ടുള്ള 2 പ്ലേയേഴ്സാണ് SL. സോ സാംസൺ ഈസ് പ്രോബ്ലി എ GLP, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആസ് പെർ മാച്ചപ്സ്. ബാറ്റിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വാർണർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഈവൻ മിഡിൽ ഓർഡറിനാണെങ്കിലും ടോപ്പ് ഓഫ് ദ ഓർഡർ ആണെങ്കിലും ഒരു 30 എബോവ് പോയിന്റ്സ് ഉറപ്പായിട്ട് കിട്ടും. സോ SL പുള്ളിയെ മിസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. കെയ്ൻ വില്യംസൺ കളിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു മസ്റ്റ് പിക്ക് പ്ലെയർ എന്നുള്ളതാണ്, കാരണം പുള്ളി എവിടെയാണെങ്കിലും ബാറ്റ് ചെയ്യും, അതുപോലെ തന്നെ വളരെയധികം ക്രൂഷ്യലാണ് ഈ ഒരു ടീമിന് വേണ്ടി. സ്റ്റീവൻ സ്മിത്ത് ഇപ്പോൾ കുറച്ച് 2-3 മാച്ചായിട്ട് ഫോമിലേക്ക് വന്നിട്ടുണ്ട്. സോ സ്മിത്ത് ഈസ് ഓൾസോ എ പ്രോബ്ലി ഗുഡ് പിക്ക്. മനീഷ് പാണ്ഡെ നമ്പർ 3ൽ അടങ്ങുന്നതുകൊണ്ട് തന്നെ വളരെയധികം ക്രൂഷ്യലാണ്. സോ മനീഷ് പാണ്ഡെ ഈസ് ഓൾസോ എ മസ്റ്റ് പിക്ക് ഫോർ മീ. 2-3 ഫെയിലിയേഴ്സ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, ബട്ട് മനീഷ് പാണ്ഡെ ഈസ് എ വെരി ഗുഡ് പ്ലെയർ. റോബിൻ ഉത്തപ്പ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. പക്ഷേ റോബിൻ ഉത്തപ്പയെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുവാണ്, കാരണം ഹീ ഈസ് എൻ ഓപ്പണർ. അത് മാത്രമല്ല SRHന്റെ ആ ഒരു ബൗളിംഗ് അറ്റാക്കിൽ ഷാർപ്പായിട്ട് എറിയുന്ന പ്ലെയേഴ്സ് ഒന്നുമില്ല. ഐ മീൻ ലൈക്ക് എക്സ്പ്രസ് പേസ് ബൗളേഴ്സോ അങ്ങനെയൊന്നും ട്രബിൾ ചെയ്യാനുള്ള ആരുമില്ല. സോ ഞാൻ ഉത്തപ്പ ഇവിടെ എടുക്കുകയാണ്. ഇനി ഓൾറൗണ്ടേഴ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് തെവാത്തിയം, അതുപോലെ തന്നെ ശങ്കറിനെയാണ്. സ്റ്റോക്സിനെ നിങ്ങൾക്ക് പ്രോബ്ലി എടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ തെവാത്തിക്ക് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട് ബാറ്റിങ്ങിലാണ്, കാരണം പുള്ളിയുടെ കറക്റ്റ് സ്ലോട്ടിനാണ് ബാറ്റ് ചെയ്യിക്കുന്നത്, അതുപോലെ തന്നെ കറക്റ്റ് രീതിയിൽ ബൗൾ ചെയ്യിക്കുന്നുണ്ട്. ബെൻ സ്റ്റോക്സിന് അങ്ങനെയല്ല, ഓപ്പണിംഗ് ഇറക്കുമ്പോൾ പുള്ളിയുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ് പോവുകയാണ്. സോ ഈ ഒരു കാര്യത്തിൽ ഫിക്സ് ആവുന്നവരെ ഞാൻ പറയുന്നത് ബെൻ സ്റ്റോക്സിനെ എടുക്കണമെന്നുകൊണ്ടാണ്. സപ്പോസ് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ബെൻ സ്റ്റോക്സ് മിഡിൽ ഓർഡറിലോട്ട് ഇറങ്ങും, അതുപോലെ തന്നെ ബൗളിങ്ങും 4 ഓവേഴ്സ് കറക്റ്റായിട്ട് കോട്ട കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെവാത്തിയെ മാറ്റി വേണമെന്നുണ്ടെങ്കിൽ ബെൻ സ്റ്റോക്സിന് എടുക്കാം, ഒരു റിസ്കി ചോയ്സ് ആയിട്ട്. പിന്നെ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് വിജയ് ശങ്കറിനെയാണ്, കാരണം ക്രെഡിറ്റ് അത്രേ അനുവദിക്കുന്നുള്ളൂ. സപ്പോസ് ഫാബിയൻ കളിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാബിയൻ എടുക്കാം, ഒരു വെറൈറ്റി പിക്കും കൂടെ ആയിരിക്കും. സോ ഞാൻ ഫോർ ദ ടൈം ബീങ് ഞാൻ വിജയ് ശങ്കറിനെയാണ് എടുക്കുന്നത്, കാരണം വിജയ് ശങ്കർ നാളെ ബൗൾ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. സപ്പോസ് ഫാബിയൻ വരെയാണെന്നുണ്ടെങ്കിൽ വിജയ് ശങ്കറിന്റെ ബൗളിങ്ങിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാവും. സോ ഫാബിയൻ ഈസ് എ ഗുഡ് ഓപ്ഷൻ, ബട്ട് ഞാൻ വിജയ് ശങ്കറിനെ ഇപ്പോൾ എടുക്കുവാണ്. ബൗളിങ്ങിന്റെ കാര്യത്തിൽ ആർക്കാനെ നിങ്ങൾ ഫസ്റ്റ് ഇന്നിങ്സ് ആണെന്നുണ്ടെങ്കിൽ സപ്പോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാൻ ഒരു സേഫ് ചോയ്സ് ആണ്, ബട്ട് ആർക്കാൻ ഫസ്റ്റ് ഇന്നിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം ആർക്കാൻ ഫസ്റ്റ് ഇന്നിങ്സിൽ പ്രോബ്ലി അത്രയും നല്ല പ്ലെയർ അല്ല. കാരണം അതിന് റീസൺ ഒന്നേ ഉള്ളൂ, പ്ലെയേഴ്സ് എല്ലാം പുള്ളിയെ പ്ലേ ഔട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്, ആരും അടിക്കാൻ നോക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വിക്കറ്റ് കിട്ടത്തില്ല. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സിൽ വാർണർ പുള്ളിയെ വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ലാസ്റ്റ് അടിക്കാനുള്ള ടൈമിൽ പുള്ളിയെ കൊടുക്കുമ്പോൾ തന്നെ വിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ സെക്കൻഡ് ഇന്നിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SL വൈസ് ക്യാപ്റ്റൻ പോലും വയ്ക്കാന്നുള്ളൊരു മെറ്റീരിയലാണ്. ബട്ട് ഫോർ ദ ടൈം ബീങ് ഞാൻ ജോഫ്ര ആർച്ചറിനെ വയ്ക്കുകയാണ്, കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ് ആർച്ചർ.
നടരാജൻ കൺസിക്വൻ്റ് ആയിട്ട് SRHന് വേണ്ടി യോക്കേഴ്സും ഒക്കെ കറക്റ്റായിട്ട് പുഷ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. കഴിഞ്ഞ മാച്ചിൽ 2 വിക്കറ്റും എടുത്തു. സോ നടരാജൻ ഈസ് അനദർ പിക്ക്. ത്യാഗി നല്ല രീതിയിൽ ബൗൾ ചെയ്യണം. ഫോർ ദ 8 ക്രെഡിറ്റ് ഹി ഈസ് ഡൂയിങ് വെരി ഗുഡ് ജസ്റ്റിസ്. എല്ലാ മാച്ചിലും ഒരുവിധം ഒരു വിക്കറ്റ് എങ്കിലും എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സോ കാർത്തിക് ത്യാഗി ഈസ് അനദർ ഓപ്ഷൻ. കാരണം 8 ക്രെഡിറ്റ് ആണ്. ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കൺസംഷൻ ഒരു മാച്ചിൽ ഇങ്ങനത്തെ പ്ലേയേഴ്സ് വളരെയധികം അനിവാര്യമാണ്. സോ ഇതാണ് എൻ്റെ ടീം. ക്യാപ്റ്റൻ ബെയർസ്റ്റോ ആൻഡ് വൈസ് ക്യാപ്റ്റൻ ബട്ട്ലർ. സ്ക്വാഡ് ഡീറ്റെയിലിംഗ് പോവുകയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ബെൻ സ്റ്റോക്സ് ഓപ്പണിംഗ് ശരിക്കും പറഞ്ഞൊരു നല്ല ഐഡിയ അല്ല. ഹീസ് ലിറ്ററലി സ്ട്രഗ്ലിംഗ് അറ്റ് ദ ഓപ്പണിംഗ് സ്ലോട്ട്. സോ അത് പിന്നെയും പ്രൂവ് ചെയ്യാണ് ഈച്ച് ആൻഡ് എവറി മാച്ച്. ലാസ്റ്റ് മാച്ചും അതുപോലെ തന്നെ ബിറ്റ് അൺലക്കിയാണ് വിത്ത് ദ ബോൾ. കാരണം ഒരു വിക്കറ്റ് കിട്ടേണ്ടതായിരുന്നു. ജോഫ്ര ആർച്ചർ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് കിട്ടിയാണ് ഉറപ്പായിട്ടും ബാറ്റിങ്ങിൻ്റെ പോയിന്റ്. അപ്പോൾ പ്രോബബ്ലി കഴിഞ്ഞ മാച്ചിൽ ഡ്രീം ടീമിൽ വരേണ്ടതായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ മിഡിൽ ഓർഡറിലാണ് ബാറ്റിംഗ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാനാണ് പറയുന്നത്. ഈവൻ അറ്റ് SL ഹിസ് കോൺഫിഡൻസ് ഓൾസോ വിൽ ബി ബൂസ്റ്റഡ്. ഫോർ ദ ടൈം ബീങ് ഹീസ് എ GL പിക്ക്. നിങ്ങൾക്ക് SLും വേണമെങ്കിൽ എടുക്കാം. ഇഫ് യു വാണ്ട് എ റിസ്കി പിക്ക് എബോവ് തെവാത്തിയ. റോബിൻ ഉത്തപ്പ ആസ് എൻ ഓപ്പണർ ഹി വിൽ ഡു ബെറ്റർ. അതുമല്ല SRHന് അത്രയും ഷാർപ്പായിട്ടുള്ള ബൗളിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ സോ ഹി ക്യാൻ ക്യാഷ് ഇൻ വിത്ത് സം ഷോട്ട്സ് അപ്പ് ഫ്രണ്ട്. റിസ്കി ചോയ്സ് ആണ്. ബട്ട് ആസ് എൻ ഓപ്പണർ അതുപോലെ തന്നെ SRH ബൗളിങ്ങിനെതിരെ ഹിൽ ബി വൈറ്റൽ. സഞ്ജു സാംസൺ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോം ആണ്. കാൺ ബിലീവ് എ പ്ലെയർ ഹു ഹാവ് പ്ലേഡ് സോ ബ്യൂട്ടിഫുള്ളി ഗോട്ട് ഔട്ട് ഓഫ് ഫോം ആഫ്റ്റർ ദാറ്റ്. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യത്തെ 2 ഇന്നിങ്സ് നല്ല രീതിയിൽ കളിച്ചു. അതിനുശേഷം കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോം ആണ്. ഔട്ട് ഓഫ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ് ഷോട്ട്സ് ആണ് കളിക്കുന്നത്. അതുകൊണ്ടാണ്. സോ യു ക്യാൻ ഗാമ്പിൾ ഹിം ഇൻ യുവർ GL ടീംസ്. കാരണം ഹിസ് ഫേവറേറ്റ് ഓപ്പോസിഷൻ ഈസ് SRH. നേരത്തെ പറഞ്ഞതാണ്. റിസ്കി ചോയ്സ് ആണ്. GL ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിസ്കിയാണ്. ഇന്നത്തെ മാച്ചിന് നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. സിറാജിനെയാണ് ക്യാപ്റ്റൻ വെച്ചിരിക്കുന്നത്. സോ അതാണ് നിങ്ങൾ നോക്കേണ്ടത്. പേഴ്സണൽ സെലക്ഷൻ അല്ല നിങ്ങൾ നോക്കേണ്ടത്. ഒരു പ്ലെയറിനെയാണ് നോക്കേണ്ടത്. സഞ്ജു സാംസൺ ക്വാളിറ്റി പ്ലെയർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് 1 ഇന്നിങ്സ്. സ്റ്റീവൻ സ്മിത്തും ഫോമിലേക്ക് വന്നു. സോ നമ്പർ 3 സഞ്ജു സാംസൺ ഓൾവേസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. പ്രത്യേകിച്ച് എഗൻസ്റ്റ് SRH ആകുമ്പോൾ ഹീ ഈസ് എ വർത്ത് എ ട്രൈ. സോ കീപ്പിംഗ് പോയിന്റ്സ് മസ്റ്റായിട്ട് കിട്ടുന്നത്. കാരണം ഇപ്പോൾ പുള്ളി കീപ്പറായിട്ടും കൂടെ കളിക്കുന്നുള്ളതുകൊണ്ട് തന്നെ ആ കീപ്പിംഗ് പോയിന്റ്സ് കിട്ടും. സോ എനിക്ക് തോന്നുന്നത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാനാണ് സഞ്ജു സാംസണെ. സ്റ്റീവൻ സ്മിത്ത് ഒരു സോളിഡ് പ്ലെയർ ആണ്. ലാസ്റ്റ് മാച്ചിൽ ആങ്കർ റോൾ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മാച്ചിലും അത് തന്നെ ചെയ്യാനായിരിക്കും മാക്സിമം ശ്രമിക്കുന്നത്. ഹീസ് എ സേഫ് പിക്ക്. ജോസ് ബട്ട്ലർ ഹീസ് എ റിയൽ മാച്ച് വിന്നർ ലാസ്റ്റ് മാച്ച്. ഒരു ഡൗട്ടും ഇല്ല. ആ ടഫ് പിച്ചിനെ പുള്ളിയുടെ ബാറ്റിംഗ് കൊണ്ടിട്ട് വളരെ ഈസി പോലെയാണ് എനിക്ക് തോന്നിയത്. ഹി വിൽ ബി മോർ ബെറ്റർ ഇഫ് ഹി ക്യാൻ ഓപ്പൺ ദ ഇന്നിങ്സ്. ഹീസ് ഓൾസോ എ സേഫ് പിക്ക്. രാഹുൽ തെവാത്തി ഈസ് ദ ബെസ്റ്റ് ഓൾറൗണ്ടർ പിക്ക്. സാഡ്ലി ഈവൻ വിത്ത് സ്റ്റോക്സ് ഇസ് ബാക്ക്. പറയാതിരിക്കാൻ വഴിയ. കാരണം രാഹുൽ തെവാത്തിയ സ്റ്റോക്സിനും എബോവ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം സ്റ്റോക്സിന് അധികം ഓപ്പർച്യൂണിറ്റീസും കിട്ടിയിട്ടില്ല. ഈസ് എ കൺസിസ്റ്റന്റ് പ്ലെയർ വിത്ത് ബോത്ത് ബാറ്റ് ഓർ ബോൾ. സേഫ് ചോയ്സ്. റയാൻ പരാഗ് RRന്റെ ബാറ്റിംഗ് ഓർഡർ ഫ്രജൈലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എപ്പോൾ വേണോ പൊളിഞ്ഞെടുക്കാം. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 or 6 ഡൗണിൽ റയാൻ പരാഗ് നല്ലൊരു ഓപ്ഷനാണ്. സോ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നിങ്ങൾ GL ട്രൈ ചെയ്യുക. ലാസ്റ്റ് മാച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ തെവാത്തിയും റയാൻ പരാഗും കൂടിയാണ് SRHനെതിരെ ജയിപ്പിച്ചത്. സോ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ജോഫ്ര ആർച്ചർ ഒരു കൺസിസ്റ്റന്റ് പെർഫോമറാണ് RRന് വേണ്ടി. എ മസ്റ്റ് ഹാവ് പ്ലെയർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രേയസ് ഗോപാൽ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത് ലാസ്റ്റ് മാച്ച്. പിച്ച് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹി വിൽ ബി വെരി ഗുഡ്. ഹീസ് നോട്ട് ബീൻ അറ്റ് ഹിസ് ബെസ്റ്റ്. വിക്കറ്റ് എടുത്തിട്ട് ഞാൻ പറയുന്നത് കഴിഞ്ഞ സീസണിൽ കണ്ട ഒരു ശ്രേയസ് ഗോപാൽ അല്ല ഇപ്പം നമ്മൾ കാണുന്നത്. ചെറിയൊരു ഫോം ഔട്ടിൻ്റെ ഇഷ്യൂ ഉണ്ട്. ദോ ഈസ് പിക്കിംഗ് വിക്കറ്റ്സ്. അൻകിത് രാജ്പൂർ ഓർ ജയദേവ് ഉണാഡ്കട്ട്. രാജ്പൂട്ട് ഒരു ഒറ്റ ഓവർ മാത്രമാണ് ലാസ്റ്റ് മാച്ചിൽ കളിച്ചത്. അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഒരു പ്ലെയറിനെ കളിപ്പിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. ഉണാഡ്കട്ട് വാസ് വെരി എക്സ്പെൻസീവ് ദ അതർ ഡേ. ഡിവിലിയേഴ്സ് ലിറ്ററലി ഔട്ട് ഓഫ് ദ പാർക്ക് എല്ലായിടത്തും വാരി പറക്കി അടിച്ചിട്ടുണ്ട്. സോ ഹി കംസ് ഇൻ ട്രൈ ഇൻ GL. മേ ബി അനദർ ഒരു സിറാജ് ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഒരിക്കലും നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റിൽ പോകരുത്. ഉണാഡ്കട്ടിന് ഒരിക്കലും സിറാജ് ആവാൻ പറ്റത്തില്ല. കാരണം സിറാജ് ഇസ് എ ടിപ്പിക്കൽ റെഡ് ബോൾ ബൗളർ. ഉണാഡ്കട്ടും അങ്ങനെ തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ പിച്ചിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഫ്രഷ് പിച്ചാണ്. പിച്ചിന് അതുപോലെ തന്നെ സ്യൂട്ടബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണാഡ്കട്ടിനെ നിങ്ങൾ ട്രൈ ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ഓവറോ സെക്കൻഡ് ഓവറോ ആരാണ് എറിയുന്നതെന്ന് കൂടെ നിങ്ങൾ നോക്കിയിട്ട് വേണം നോക്കാൻ. കാരണം പ്രോബബ്ലി ജോഫ്ര ആർച്ചറും കാർത്തിക് ത്യാഗിയും ആയിരിക്കും എറിയാൻ പോകുന്നത്. സോ അതും കൂടെ നോക്കണം, എന്നിട്ട് വേണം ഇടാനായിട്ട്. ഇനി കാർത്തിക് ത്യാഗി ഈസ് എ സെക്കൻഡ് ബെസ്റ്റ് പേസർ ഇൻ ദ റാങ്ക്സ് ആഫ്റ്റർ ജോഫ്ര ആർച്ചർ. ഗുഡ് അഗ്രസീവ് പേസറാണ്. നല്ലൊരു പിക്കാണ്. മാക്സിമം 1 to 2 വിക്കറ്റ്സ് എടുക്കാൻ ചാൻസ് ഉണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഡേവിഡ് വാർണർ ലാസ്റ്റ് മാച്ച് ഓപ്പൺ ചെയ്തില്ല. ബട്ട് ഹി ഈസ് വെരി ഡിഫൻസ് ഇൻ ദോസ് പവർ പ്ലേ ലീഡിംഗ് ടു ഡ്രൈ ഓഫ് റൺസ് അറ്റ് ദ എൻഡ്. എല്ലായ്പ്പോഴും കണ്ടതാണ് പവർ പ്ലേയിൽ അവരുടെ റൺസ് കയറാത്തതിന്റെ മെയിൻ റീസൺ ഡേവിഡ് വാർണർ ആണ്. ലാസ്റ്റ് ടൈം ദേ ഹാവ് ട്രൈഡ് വില്യംസൺ. അത് വർക്കായി എന്ന് വേണം പറയാൻ. പവർ പ്ലേ നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചത്. ഇഫ് ഹി ഈസ് നോട്ട് അവൈലബിൾ ദേ മൈ ട്രൈ സമൺ എൽസ് ടു. അല്ലാന്നുണ്ടെങ്കിൽ ഡേവിഡ് വാർണർ തന്നെ ഓപ്പൺ ചെയ്യാനും ചാൻസ് ഉണ്ട്. ബട്ട് ഫോർ ദ ടൈം ബീങ് അതുപോലെ പേഴ്സണൽ സെലക്ഷൻ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈസ് എ സേഫ് പിക്ക്.
ജോണി ബെയർസ്റ്റോ നല്ലൊരു പ്ലെയറാണ്. മാച്ച് വിന്നിംഗ് നോക്സ് ഒത്തിരിയധികം കളിച്ചിട്ടുണ്ട്. ബെറ്റർ ദാൻ ഡേവിഡ് വാർണർ. വളരെയധികം അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഹി ക്യാൻ സ്ട്രഗിൾ അഗൈൻസ്റ്റ് ഹിസ് ടീംമേറ്റ് ആർച്ചർ ഫോർ ഷുവർ, ബട്ട് ഹി ഈസ് എ സേഫ് സി ഓർ വി സി ഓപ്ഷൻ. Manish Pandey has been looking to find that good innings yet again. After that, a couple of failures ഉണ്ടായിരുന്നു, but he's a quality player. ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. സേഫ് പിക്കാണ്. കെയ്ൻ വില്യംസൺ ഓർ മുഹമ്മദ് നബി ഓർ ഫാബിലിയൻ ഓർ ജേസൺ ഹോൾഡർ, ഓൾ ചാൻസസ് വൈഡ് ഓപ്പൺ. ഒന്നും പറയാൻ പറ്റത്തില്ല. നാല് പേരും ഈക്വലി ഗുഡ് ആണ്. ബട്ട് ഫാബിൻ അലൻ കുറച്ചും കൂടെ ഒരു ഡിഫറൻഷ്യൽ പിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രിയങ്കാർക്ക് ടോപ്പ് 4 പോവുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ കം ഇൻ ടു പിക്ചർ. ബട്ട് അതർ ദാൻ വൺ ഇന്നിങ്സ്, ഒരൊറ്റ ഇന്നിങ്സ് മാത്രമേ പുള്ളിയതായിട്ട് എടുത്തു പറയാനായിട്ടുള്ളൂ. അതർ ദാൻ ദാറ്റ് ഹി ലുക്ക് ഔട്ട് ഓഫ് സോർട്സ്, ജസ്റ്റ് എ GL ട്രൈ. ബട്ട് സപ്പോസ് കെയ്ൻ വില്യംസൺ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രിയങ്കാർക്കിന്റെ പൊസിഷൻ നമ്പർ 4 വരാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ പ്രിയങ്കാർക്ക് ഇസ് എ ഗുഡ് GL മെറ്റീരിയൽ. വിജയ് ശങ്കർ ഹി ടുക്ക് എ സർപ്രൈസ് വിക്കറ്റ് ലാസ്റ്റ് മാച്ച്, അത്രേ പറയാൻ പറ്റൂ. ബട്ട് പ്രോബബ്ലി നല്ല രീതിയിൽ ബൗൾ ചെയ്തു, ഇല്ലെന്ന് പറയുന്നില്ല. ടൈറ്റായിട്ടിനെ ബൗൾ ചെയ്ത് ആ ഒരു പിച്ചിൽ അടികിട്ടേണ്ട മാച്ചിലാണ്. ബട്ട് എന്നിരുന്നാലും നല്ല രീതിയിൽ ബൗൾ ചെയ്തു. ബട്ട് അതർ ദാൻ വൺ ഇന്നിങ്സ് he'll be used for batting alone. കാരണം നബിയോ അലനോ ഹോൾഡറോ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബൗളറിന്റെ പൊസിഷൻ പ്രോബ്ലി അവരെടുക്കാൻ ചാൻസ് ഉണ്ട്. സോ വിജയ് ശങ്കർ മേ ബി 1 to 2 ഓവേഴ്സ് എടുക്കാനേ ചാൻസ് ഉള്ളൂ. 4 ഓവർ എറിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. അബ്ദുൾ സമദ് ഒരു ക്യാമിയോ പ്ലെയർ ആണ്, അതുപോലെ തന്നെ പാർട്ട് ടൈം സ്പെൻഡർ ആണ്. നിങ്ങൾ GL മാത്രം ട്രൈ ചെയ്യുക. റാഷിദ് ഖാൻ ഇസ് എ ബിഗ് മാച്ച് വിന്നർ, ഒരു ഡൗട്ടും ഇല്ല. ഹിൽ ബി മോർ എഫക്റ്റീവ് വൈൽ ബൗളിംഗ് സെക്കൻഡ് ആസ് പെർ മൈ ഒബ്സർവേഷൻ. ബാറ്റിംഗ് വൈസും പോയിന്റ്സ് കിട്ടുമെന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ബൗൾ ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബൗൾ ചെയ്യുമ്പോഴും നിങ്ങൾ പുള്ളിയെ എടുക്കാതിരിക്കുമ്പോൾ ചെറിയൊരു ഡേഞ്ചർ ഉണ്ട്. കാരണം സെക്കൻഡ് ഇന്നിങ്സ് സപ്പോസ് ഇവരുടെ ടോപ്പ് ഔട്ട് ഫ്ലോപ്പ് ആണെങ്കിൽ റഷീദ് ഖാന് ലാസ്റ്റ് വന്നിട്ട് ഒരു ക്യാമിയോ ഇന്നിങ്സ് കളിക്കാൻ ചാൻസ് ഉണ്ട്. സോ റഷീദ് ഖാൻ ഈസ് ഓൾവേസ് എ സേഫ് പിക്ക്. സന്ദീപ് ശർമ്മ, വൺ മാച്ച് വി സോ അഗൈൻസ്റ്റ് CSK, 2 ബിഗ് വിക്കറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഡുപ്ലസിസിന് അതുപോലെ തന്നെ സാം കുറാന്റെയും. സോ പിച്ച് സ്വിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കണ്ടീഷൻസ് പുള്ളിയുടെ ബൗളിങ്ങിനെ ഫേവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കണം. അതുപോലെ ബേസിൽ തമ്പി ഓർ ഖലീൽ അഹമ്മദ്. ബേസിൽ തമ്പി വാസ് അൺലക്കി എന്ന് വേണം പറയാൻ, കാരണം ഷുഡ് ഹാവ് ഗോട്ട് 2 wickets ഇൻസ്റ്റെഡ് ഓഫ് 1. സോ ഒരു ചാൻസ് കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ഡു മച്ച് ബെറ്റർ. പ്രോബബ്ലി ഒരു പ്യുവർ GL പിക്കാണ്. ഇനി ഖലീൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് എ കൺസിസ്റ്റന്റ് പെർഫോമർ ഫോർ SRH, സോ ഹി ഈസ് എ സേഫ് പിക്ക് ടു. നടരാജൻ, ഹി ഈസ് ബീങ് ഡൂയിങ് വിത്ത് ദോസ് യോക്കേഴ്സ്. വളരെയധികം കൺസിസ്റ്റന്റ് ആയിട്ട് യോക്കേഴ്സും സ്ലോ ബോൾസും അറിയുന്നുണ്ട്. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വിക്കറ്റും എടുക്കുന്നുണ്ട്. സോ ഹി ഈസ് എ ഗുഡ് പിക്ക്. റിസ്കി ചോയ്സിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഞാൻ സാംസണെയാണ്. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 1 to 2 ടീംസിലെങ്കിലും ട്രൈ ചെയ്യാം. ഹിൽ ഡു മച്ച് ബെറ്റർ അഗൈൻസ്റ്റ് ഹിസ് ഫേവറേറ്റ് സൈഡ് SRH. അതർ ദാൻ റഷീദ് ഖാൻ വേറെ ഒരു ബൗളറും ഇല്ല പുള്ളി വലുതായിട്ട് ട്രബിൾ ചെയ്യാനായിട്ട്. റഷീദ് ഖാനെതിരെ പുള്ളി വലിയ റാഷ് ഷോട്ട്സ് ഒന്നും കളിക്കാതെ പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ബി ടു ഗുഡ് അഗൈൻസ്റ്റ് SRH. വില്യംസൺ ഇഫ് പ്ലേസ് ഈസ് എ റിയലി ഗുഡ് പിക്ക്. അത് നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റ് ഉള്ള പ്ലെയർ ആണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. യു ക്യാൻ പിക്ക് ഹിം എനി ഡേ. 1 to 11 എവിടെ വേണോ കളിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ ബൗളിങ്ങും ചെയ്യും. അത്രയും കപ്പാസിറ്റി ഉള്ള പ്ലെയർ ആണ്. ബട്ട് ഇഞ്ചുറി ആണ് ഒരു കൺസേൺ. ഉത്തപ്പ ഓപ്പണർ ആണ്. പക്ഷേ SRH ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്ലെയേഴ്സ് ഒന്നും ഇല്ല ട്രബിൾ ചെയ്യാനായിട്ട്. സോ ഹി ഈസ് ഗോയിങ് ടു ബി ഗുഡ് ഹിയർ, ഐ ഫീൽ. പ്രീതം ഗാർഗ്, ഹി മൈറ്റ് ബി പുഷ് ടു നമ്പർ 4 ഇഫ് വില്യംസൺ ഈസ് നോട്ട് പ്ലേയിങ്. സോ ആ ഒരു പൊസിഷൻ വരെയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് എ ഗുഡ് ചോയ്സ് ഫോർ GL. റഹാൻ പരാഗ്, RR ബാറ്റിംഗ് യൂണിറ്റ് ഫ്രാജൈൽ ആണ്. ലാസ്റ്റ് മാച്ച് അഗൈൻസ്റ്റ് SRH പുള്ളിയും തെവാത്തിയും ചേർന്നാണ് ജയിച്ചത്. സോ ഹി ഈസ് ഗോയിങ് ടു ബി എ വൈറ്റർ റോൾ ഇൻ വേഴ്സ്റ്റ് കേസ് സിനാരിയോസ്. സ്റ്റോക്സ് പറയുകയാണെങ്കിൽ സ്റ്റോക്സിനെ ഒരു ഓർഡിനറി പ്ലെയർ ആക്കി മാറ്റുവാണ് സ്മിത്ത്. ആക്ച്വലി സ്പീക്കിംഗ് ഹീസ് എൻ എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ. കാരണം ഫീൽഡിംഗ്, ബാറ്റിംഗ്, ബൗളിംഗ് എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. ഈവൻ നിങ്ങൾ ആ ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയ മാച്ചൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഈസ് എ വെരി ഗുഡ് പ്ലെയർ. യു ക്യാൻ ബെറ്റ് ഹിം ഫോർ ഷുവർ ഇൻ SL ഓർ GL. അലൻ ഓർ നബി ഓർ ഹോൾഡർ കളിക്കുവാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നബി ഓർ അലനാണ്. മോർ ബെറ്റർലി അലനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അലന് ഈ ഒരു മാച്ച് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പുള്ളിയുടെ ബൗളിംഗ് സ്യൂട്ടബിൾ ആണ് ഈ ഒരു പിച്ചിന്. ഇനി വിജയ് ശങ്കർ എക്സ്ക്ലൂസീവ്ലി ഫോർ ബാറ്റിംഗ്, മെയിൻലി ഡൗൺ ദ ഓർഡർ. അതുകൊണ്ട് തന്നെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ മാത്രം വിജയ് ശങ്കറിനെ ട്രൈ ചെയ്യാവുള്ളൂ. റാഷിദ് ഖാൻ മസ്റ്റ് ട്രൈ ആണ് വൈൽ ബൗളിംഗ് സെക്കൻഡ് ഇന്നിങ്സ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ഷുവർ ആയിട്ടും കൊടുക്കാന്നുള്ളൊരു കാൻഡിഡേറ്റ് ആണ് റഷീദ് ഖാൻ. സോ 26th മാച്ച് ദുബായിൽ നടന്ന ഇവർ തമ്മിലുള്ള ഫസ്റ്റ് മാച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഡേവിഡ് വാർണർ 48 റൺ എടുത്തു. ബട്ട് വിക്കറ്റ് എടുത്തത് ആർച്ചറാണ്. ഫസ്റ്റ് വിക്കറ്റ് പോകേണ്ടതായിരുന്നു. ബട്ട് എനിവേ ആർച്ചർ തന്നെയാണ് വിക്കറ്റ് എടുത്തത്. ജോണി ബെയർസ്റ്റോ പെട്ടെന്ന് ഔട്ടായി. ത്യാഗിയുടെ ആണ് വിക്കറ്റ് എടുത്തത്. പിന്നെ മനീഷ് പാണ്ഡെ, ഗുണാഡ്കട്ട് ആണ് വിക്കറ്റ് എടുത്തത്. പിന്നെ വില്യംസൺ നല്ല രീതിയിൽ തന്നെ കളിച്ചു. ലാസ്റ്റ് ആയിട്ട് വന്നിട്ട് പ്രീതം ഗാർഗും ഒരുവിധം കളിച്ചു. സോ
വിക്കറ്റിൻ്റെ കോളം നോക്കുവാണെങ്കിൽ ആർച്ചർ 1 വിക്കറ്റ്, ത്യാഗി 1 വിക്കറ്റ്, ഉണർക്കട്ട് 1 വിക്കറ്റ്. ഓപ്പോസിഷൻ നോക്കുവാണെങ്കിൽ ആരും തന്നെ നല്ലോണം കളിച്ചിട്ടില്ല. ടോപ്പ് ഓർഡർ കംപ്ലീറ്റ്ലി ഫ്ലോപ്ഡ്. സാംസൺ ഒരുവിധം കളിച്ചു, ബട്ട് വിക്കറ്റ് എടുത്തത് എഗെയിൻ റാഷിദ് ഖാൻ. അതാ ഞാൻ പറഞ്ഞത്, റാഷിദ് ഖാനെ പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്ലെയറാണ്. എഗൻസ്റ്റ് SRH ബാക്കി എല്ലാ ടീമിൻ്റെ കൂടെയും 0, 1, 2 എന്നുള്ളൊരു റേഞ്ചിൽ പോകുമ്പോൾ സാംസൺ SRHനെതിരെ അന്ന് ഫോം ഔട്ട് ആയിരുന്നപ്പോഴും 26 റൺസ് എടുത്തു. ഈ ഒരു ഒറ്റ കാര്യം മതി നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്. റാഷിദ് ഖാനെതിരെ പ്രോബ്ലി പുള്ളി സ്ട്രഗിൾ ചെയ്യും. ബട്ട് എഗെയിൻ പറയാണ്, റാഷിദ് ഖാനെ പ്ലേ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹി ക്യാൻ ബി ടു ഗുഡ്. ഇനി ഉത്തപ്പ അന്ന് നോർമലി താഴോട്ടാണ് ഇറങ്ങിയത്, ബട്ട് എഗെയിൻ ഉത്തപ്പയുടെ വിക്കറ്റും റാഷിദ് ഖാനാണ് എടുത്തത്. പരാഗും തെവാത്തിയും ചേർന്നാണ് ശരിക്കും പറഞ്ഞാൽ കളി ജയിപ്പിച്ചത്. സോ വേഴ്സ്റ്റ് സിനാരിയോ ആയിരുന്നു ഒന്ന് വർക്കായത്. ഖലീൽ അഹമ്മദ് എഗെയിൻ 2 വിക്കറ്റ് എടുത്തു, റാഷിദ് ഖാൻ 2 വിക്കറ്റ് എടുത്തു. സോ ആ ഒരു മാച്ച് പ്രോബ്ലി രാജസ്ഥാൻ ജയിച്ചു വിത്ത് ദയർ ബ്രില്യൻസ്. സോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടും മോട്ടിവേഷനും ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ വളരത്തുള്ളൂ. സോ ഒത്തിരിയധികം ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോസിൽ എടുത്ത് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ബോറടിക്കുമായിരിക്കാം. കാരണം അത്രയധികം കമ്മിറ്റ്മെൻറ്റ് ലെവൽ വളരെയധികം കൂടുതലായി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വിഷമം തോന്നുന്നത്. എനിവേ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരെത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.